സ്റ്റഡി ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ 8ാം യൂണിറ്റായ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എന്ന യൂണിറ്റാണ്. ഈ ഒരു യൂണിറ്റിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും എന്തിനെക്കുറിച്ചാണ് ഈ ഒരു പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചിട്ട്. എന്തിനെക്കുറിച്ചായിരിക്കും ഈ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്? അതെ, ദക്ഷിണേന്ത്യയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ദക്ഷിണേന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ എന്താണ് ദക്ഷിണേന്ത്യ എന്നാദ്യം നമ്മൾ തിരിച്ചറിയണം. എന്താണ് ദക്ഷിണേന്ത്യ? കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾ ചേർന്ന പ്രദേശത്തെയാണ് നമ്മൾ ദക്ഷിണേന്ത്യ എന്ന് വിളിക്കുന്നത്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾ ചേർന്നിട്ടുള്ള പ്രദേശത്തെയാണ് നമ്മൾ ദക്ഷിണേന്ത്യ എന്ന് വിളിക്കുന്നത്. പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു യാത്രാനുഭവം കാണാം അല്ലേ. കാറ്റാടിക്കുന്ന് ഗവൺമെൻറ് UP സ്കൂളിലെ കുട്ടികൾ ചരിത്രശേഷിപ്പുകൾ തേടി എന്ന പഠനയാത്രയുടെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിലെ കണ്ടാനശ്ശേരി, മുനിയാട്ടുകുന്ന്, കുടക്കല്ലുപറമ്പ് എന്നീ പ്രദേശങ്ങളും ശക്തൻ തമ്പുരാൻ മ്യൂസിയവും സന്ദർശിച്ചു. യാത്രയുടെ ഭാഗമായി ലഭിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി റിച്ച് തയ്യാറാക്കിയ യാത്രാനുഭവത്തിൻ്റെ ഭാഗം പരിചയപ്പെടാം. അപ്പോൾ കാറ്റാടിക്കുന്ന് ഗവൺമെൻറ് UP സ്കൂളിലെ കുട്ടികൾ കണ്ടാനശ്ശേരി, മുനിയാട്ടുകുന്ന്, കുടക്കല്ലുപറമ്പ് എന്നീ പ്രദേശങ്ങളിലേക്കും അതുപോലെ തന്നെ ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിലേക്കും യാത്ര പോവുകയാണ്. അപ്പോൾ യാത്രയിലുള്ള അനുഭവങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഈ യാത്രയിലുള്ള ഒരു കുട്ടിയാണ് റിച്ചു തയ്യാറാക്കിയുള്ള ഒരു യാത്രാനുഭവത്തിൻ്റെ ഭാഗമാണ് പാഠത്തിൽ തന്നിരിക്കുന്നത്. ചരിത്രശേഷിപ്പുകൾ തേടി ഒരു യാത്ര. നിരപ്പാർന്ന പ്രദേശത്തു നിന്ന് കുന്നിൻ മുകളിലേക്ക് ചെറിയ കുറ്റിക്കാടുകൾ, ചെങ്കുത്തായ കയറ്റങ്ങൾ, പാറയിടുക്കുകൾ ഇവയെല്ലാം കടന്നായിരുന്നു ഞങ്ങളുടെ യാത്ര. ഈ യാത്ര ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ശിലകളാൽ നിർമ്മിക്കപ്പെട്ട കുടക്കല്ലുകൾ, തൊപ്പിക്കല്ലുകൾ, മുനിയറകൾ എന്നിവ വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ കണ്ടു. കുട പോലിരിക്കുന്നവ കുടക്കല്ല്, തൊപ്പി പോലിരിക്കുന്നവ തൊപ്പിക്കല്ല്, ഗുഹ പോലുള്ളവ മുനിയറകൾ. നിരവധി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടവയാണിവ. ഈ ചരിത്രശേഷിപ്പുകളെക്കുറിച്ച് ടീച്ചർ ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നു. ഇവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൃശ്ശൂർ പട്ടണത്തിലെ ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിലേക്ക് ഞങ്ങൾ യാത്രയായി. വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ കണ്ടതിന് സമാനമായ ശിലാസ്മാരകങ്ങളുടെ ശേഖരണവും മാതൃകകളും അവയുടെ വിവരണങ്ങളും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം ശിലാസ്മാരകങ്ങളിൽ നിന്നും ശേഖരിച്ച ഇരുമ്പായുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ, നാണയങ്ങൾ എല്ലാം ഞങ്ങളെ വിസ്മയിപ്പിച്ചു. അപ്പോൾ കാറ്റാടിക്കുന്ന് ഗവൺമെൻറ് UP സ്കൂളിലെ കുട്ടികൾ പോയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുടെ പേരാണല്ലോ നമ്മൾ മുന്നേ കണ്ടത്. ഏതൊക്കെയായിരുന്നു? കണ്ടാനശ്ശേരി, മുനിയാട്ടുകുന്ന്, കുടക്കല്ലുപറമ്പ്.